ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവർക്ക് ഉങ്ങളെല്ലാം പിരിഞ്ഞ് ജീവിക്കാൻ മുടിയാതമ്മ. എന്നിട്ടാണോ അമ്മ ഇത്രയും വേദനിപ്പിക്കുന്നത്? അമ്മ സാർ എന്നെ കൊണ്ട് സത്യം ചെയ്തിരിക്ക്. ആന ഇതുക്ക് മേലെ നീങ്ക അത് അറിയാതിരുന്ന തപ്പുതാ. അതിന്റെ പേരിൽ പേടിക്കാൻ എനിക്ക് പറ്റില്ല. തനിക്കറിയോ, ചത്തുപോയിന്ന് എല്ലാവരും കരുതിയ ഒരുത്തനാ ഞാൻ. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഭ്രാന്തിൽ നിന്ന് മോചനം കിട്ടില്ലെന്ന് എല്ലാവരും കൂടി അങ്ങ് വിധി എഴുതി. പക്ഷേ ഇന്നോ JR ഒരു പ്രസ്ഥാനം തന്നെ ഉണ്ടാക്കി. ഞാനുണ്ടാക്കി. ഒരു കാര്യം എനിക്ക് ഉറപ്പു പറയാം, ഇവിടുത്തെ നിയമ സംവിധാനം മുഴുവൻ എനിക്കെതിരായാലും പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ എനിക്കെതിരെ വന്നാലും ഞാൻ നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾ നടക്കാതെ അവരാരും എന്നെ ഒന്നും ചെയ്യില്ല. പിന്നെ വേറൊരു കാര്യം, JR എന്നൊരു മഹാസാമ്രാജ്യം ഉണ്ടാക്കി എന്നും അതിൻ്റെ അധിപനായി ഇരുന്നോളാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടൊന്നുമില്ല. ഹാ, തകർന്ന് വീഴുവാണെങ്കിൽ അങ്ങ് വീഴട്ടെ വക്കീലേ. പക്ഷേ അതിനു മുമ്പ് ഞാൻ ടാർഗറ്റ് ചെയ്ത എല്ലാരെയും ഞാൻ കൊന്നിരിക്കും. അറ്റ്ലീസ്റ്റ് അതെങ്കിലും പൂർത്തിയാക്കാതെ ഞാൻ വിശ്രമിക്കില്ല വക്കീലെ. പിന്നെ അഡ്വക്കേറ്റിന്റെ ജോലി ചെയ്താൽ മതി. JRന്റെ ജോലി ചെയ്തിരിക്കും, നോ ഡൗട്ട്. ശരവണ, ശരവണ മോളെ. ശരവണൻ. ശരി, നീ ശരവണനെ ഒന്ന് വിളിച്ചേ. ഒരു മിനിറ്റ് അമ്മേ. ഹലോ, എന്നമ്മാ? ആ ശരവണ, നിത്യമോള് ഗർഭിണിയാണെന്നുള്ള വിവരം മറ്റാരും അറിയരുതെന്ന് തീരുമാനിച്ച ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത്. പക്ഷെ ഹരി പോയ സങ്കടത്തില് നിത്യമോള് കരഞ്ഞപ്പോ നീ അതറിഞ്ഞു. ജീവൻ ഒരിക്കലും ഈ കാര്യം നിന്നിൽ നിന്നും അറിയാൻ പാടില്ല. ജീവൻ മാത്രമല്ല, രഘുവേട്ടനും. അമ്മ, രഘു സാറ്. രഘുവേട്ടന്റെ മാറ്റത്തില് ഞാൻ എത്ര സങ്കടപ്പെടുന്നുണ്ടെന്ന് ഒരുപക്ഷെ നിനക്ക് മനസ്സിലാവില്ല. കാരണം രഘുവേട്ടന്റെ മാറ്റത്തിന് രഘുവേട്ടൻ നിന്നെ ഉപയോഗിച്ചല്ലോ. അമ്മ, അമ്മ പല പാട്ട് ഞാൻ சொல்லணும் தான் நினைச்ச. அப்போதெல்லாம் രഘു സാർ എന്നെ വിലക്കാച്ച്. ആനാ ഇപ്പൊ കൂടെ നീങ്ക അവരെ കുറ്റം പറയുന്നത് എന്നാല താങ്ക മുടിയല അമ്മ, താങ്കല. அதனால நீங்க ரெண்டு பேரும் சத்தியம் தெரிஞ்சுதான் ஆகணும். എന്ത് സത്യം? അമ്മ, രഘു സാറ് ജീവ സാറോട് നിൽക്കുന്നത് ഉണ്മയല്ല അമ്മ, പോയി. അമ്മ, രഘു സാർക്ക് നിങ്ങളെല്ലാം അவ்வளவு ഇഷ്ടം. അവർക്ക് ഉങ്ങളെല്ലാം പിരിഞ്ഞ് ജീവിക്കാൻ മുടിയാതമ്മ. എന്നിട്ടാണോ അമ്മ ഇത്രയും വേദനിപ്പിക്കുന്നത്? അമ്മ സാർ എന്നെ കൊണ്ട് സത്യം ചെയ്തിരിക്ക്. ആന ഇതുക്ക് മേലെ നീങ്ക അത് അറിയാതിരുന്ന തപ്പുതാ. അമ്മ സാർ എന്നോട് പേസിയതെല്ലാം നീങ്ക അറിഞ്ഞു തന്നെ ആകണം.
നിക്കണം. ഡാ. ശരവണ, ശരവണ, ഇപ്പൊ ഞാൻ തീരുമാനമെടുത്ത് വന്നിരിക്കുന്നത് മറ്റൊരു ഉദ്ദേശത്തില. ഞാൻ നാളെ മുതൽ ജീവന്റെ കൂടെ ആയിരിക്കും, JRന്റെ കൂടെ. എന്നാ സർ? ചതിച്ചവനെ തിരിച്ച് ചതിക്കണം, കൂടെ നിന്ന് തന്നെ ചതിക്കണം. എന്റെ കുടുംബം, എന്റെ സുജാത, എന്റെ നിത്യമോള്, അവരെ രക്ഷിച്ചെടുക്കാൻ എനിക്ക് പറ്റണമെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റണം. അതിനുവേണ്ടി അവന്റെ കൂടെ എനിക്ക് നിന്നേ പറ്റൂ. പിന്നെ ഞാൻ ഈ ഉദ്ദേശത്തോടെയാണ് അവന്റെ കൂടെ നിൽക്കുന്നതെന്ന് ഒരിക്കലും അവൻ അറിയരുത്. അതുപോലെ സുജാതയും നിത്യം ഹരിയും ആരും അറിയരുത്. നീ എന്നോട് സത്യം ചെയ്യണം. JRന്റെ തകർച്ച പൂർണ്ണമാകുന്നത് വരെ ഞാനും നീയും സംസാരിച്ചത് ഈ ലോകത്ത് ആരും അറിയില്ലെന്ന് സത്യം ചെയ്ത് താ ശരവണ. അമ്മ, അന്ന് ജീവൻ സാറുടെ ഓഫീസിൽ ചാനലുകാരെല്ലാം വന്നില്ല. അപ്പോ രഘു സാറ് ഏതോ അബദ്ധം കാണിച്ചെന്ന് നീങ്കെല്ലാം നനച്ചില്ല. അത് അബദ്ധമല്ലേ, അതല്ല അവര് കരുതിക്കൂട്ടി പണിയത്. മധുരനോ